വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്സ് പോളയാണ്. ആദ്യം തന്നെ പപ്സ് പോളയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ഇവയെല്ലാം ഇട്ട ശേഷം ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇതെല്ലാം കൂടി ഒന്നിട്ട് മിക്സാക്കാം. സെയിം പപ്സിൻ്റെ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടി മുട്ട കട്ട് ചെയ്തെടുക്കാം. പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ നാടൻ മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മുട്ടയായാലും കുഴപ്പമില്ല. ഒരൊറ്റ ഒന്ന് മതി, വീട്ടിലെല്ലാവർക്കും കഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാൽ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് ഗീ തേച്ച് മുട്ടയുടെ മിക്സിൽ ബ്രെഡ് കോട്ട് ചെയ്തെടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതായത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് സൈഡോട്ടും നിൽക്കണം. അടിയിൽ തീരെ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബ്രെഡ് സ്ലൈഡ്സ് വെച്ച് കൊടുത്ത് മുഴുവനായും കവർ ചെയ്തെടുക്കാം. മുട്ട ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. പാൻ അടിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവാൻ ടൈം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പപ്സ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.